മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ട് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം കേരളം. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. 1953 സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. അതിന്റെ ചെയർമാൻ ഫസൽ അലി. 1953 സർക്കാർ സ്ഥാപിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാനുതാപം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന രേഖയാണ് രണ്ടാം റിപ്പോർട്ട്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന രേഖയാണ് രണ്ടാം റിപ്പോർട്ട്. രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര. രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നയി തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ഗാന്ധിജിയാണ്. നയി തലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ഗാന്ധിജി. പാർലമെന്റിനു ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 368. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 368. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ആഗ്നേയശില. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയശില. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ.